ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഇൻട്രൊഡക്ഷൻ ഇല്ലാത്ത വേറൊന്നും കൊണ്ടല്ല, ഇതൊരു അൺപ്ലാൻഡ് വീഡിയോ ആണ്. പെട്ടെന്ന് എടുക്കാൻ തോന്നിയത് കൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷനും എടുക്കാനൊന്നും സമയം കിട്ടില്ല. ബട്ട് എനിക്ക് ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പറയാനുണ്ട്. ഞങ്ങളൊരു കാഷ്വൽ ടോക്കിനിടയിൽ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ. 2 ദിവസം എന്തായാലും ഹോളിഡേ ആണ്, അപ്പോൾ ഒന്ന് ബാംഗ്ലൂർക്ക് പോയാലോ എന്നുള്ളത്. എന്തായാലും 2 ഡേയ്സേ ഉള്ളൂ, അപ്പോൾ റിട്ടേണും ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ 2 ഡേയ്സ് അങ്ങ് പോയി കിട്ടും. എന്നാലും കുഴപ്പമില്ല, ഒരു ദിവസം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഒരു ½ ആൻ അവർ കൊണ്ട് സ്റ്റേയും സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെ എടുക്കുകയും ചെയ്തു. ഒരു 4 hours ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ദേ ഭാരത് കയറിയിട്ടുണ്ട് ബാംഗ്ലൂരിലേക്ക്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ, കാരണം ഇതെൻ്റെ ഫസ്റ്റ് വന്ദേ ഭാരത് ജേണിയാണ്. അത് മാത്രമല്ല, ഇതെൻ്റെ ഒരു സോളോ ട്രെയിൻ ജേണിയും കൂടെയാണ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന പലരും വന്ദേ ഭാരതിൽ യാത്ര ചെയ്തിട്ടുള്ളവരായിരിക്കും. നമ്മുടെ ഒരു മിനി ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ വേർഷനാണല്ലേ നമ്മുടെ വന്ദേ ഭാരത്. എനിക്ക് 7:20 ആയിരുന്നു കേട്ടോ ട്രെയിന്. അപ്പോൾ കയറിയപ്പോൾ തന്നെ അവർ ഒരു ബോട്ടിൽ വാട്ടർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ചെറിയ മഴയൊക്കെ കോയമ്പത്തൂർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 7:40 ആയപ്പോഴത്തേക്കും അവർ ഒരു ജിഞ്ചർ ടീയും അതുപോലെ തന്നെ ഒരു യുണീബിക്കിൻ്റെ ബിസ്ക്കറ്റും കൊണ്ടുവന്നു കേട്ടോ. ഇത് ജിഞ്ചർ ടീയുടെ പാക്കറ്റാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഹോട്ട് വാട്ടർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രിപ്പയർ ചെയ്ത് കുടിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ചായയൊക്കെ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാതെ അല്ലേ ഇറങ്ങിയത്, വന്ദേ ഭാരത് ആയതുകൊണ്ട് പിന്നെ കഴിക്കണ്ടല്ലോ, കഴിക്കാൻ വേണ്ടി ഒരു ട്രെയിനാണല്ലോ. അങ്ങനെ ചായയൊക്കെ പ്രിപ്പയർ ചെയ്ത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു യാത്ര. നല്ല രസമുണ്ടായിരുന്നു, നല്ല സേഫാണ്, നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ പുറത്തേക്കുള്ള വ്യൂ ഒക്കെ നോക്കി ചായ കുടിക്കുകയാണ്. എനിക്ക് വിൻഡോ സീറ്റായിരുന്നു, സോ അത് കുറച്ചുകൂടെ സെറ്റാണ്. വിൻഡോ സീറ്റ് കുറച്ചുകൂടെ, എന്തായാലും എല്ലാ സീറ്റും അടിപൊളിയാണ്, പക്ഷേ വിൻഡോ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ തൊട്ട് നന്നായിട്ട് നമുക്ക് ആ ഒരു റെയിൽവേ ട്രാക്കൊക്കെ നന്നായിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ബോറടിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചു എനിക്ക് ഒറ്റയ്ക്കുള്ള ട്രിപ്പാകുമ്പോൾ എനിക്ക് ബോറടിക്കും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. അടിപൊളിയായിട്ട് ഞാൻ എൻജോയ് ചെയ്തു ട്രിപ്പ്. അതിനിടയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ 2 ദിവസം മുന്നേ പനിയൊക്കെ ആയിരുന്നു. ഇപ്പോഴും അതങ്ങ് ഫുള്ളായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് പോവാന്നുള്ളത്. അങ്ങനെ ഏകദേശം ഒരു 8:30 ഒക്കെ ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് വന്നു കേട്ടോ. സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പം തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഉപ്പുമാവും കേസരിയും അതുപോലെ തന്നെ ഉഴുന്നുവടയും സാമ്പാറും പിന്നെ ഒരു കോക്കനട്ട് ചട്നി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. സാധാരണ എനിക്കിങ്ങനെ ഉപ്പുമാവ് ഇഷ്ടമുള്ള ആളല്ല. അങ്ങനെ ഞാൻ കുറച്ച് കഴിച്ചു നോക്കി. അപ്പോൾ കുഴപ്പമില്ല, ഫുഡൊക്കെ അത്യാവശ്യം നല്ലതാണ്, നല്ല ഇഷ്ടപ്പെട്ടു. കേസരിയും എല്ലാം നല്ലതാണ് കേട്ടോ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ എനിക്കങ്ങനെ ഫുഡ് പറ്റാത്തതാണ്, പക്ഷേ ഇത് കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവർ വാനില പഫിൻ കേക്കൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പം വയറ് ഫുള്ളായതുകൊണ്ട് തന്നെ ഇത് കഴിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ മസാല ടീയുടെ പാക്ക് കൂടെ കൊണ്ടുവന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ആ മസാല ടീയും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അതും കുടിച്ചു കേട്ടോ. മസാല ടീ നോർമൽ, ഞാനങ്ങനെ മസാല ടീ കുടിക്കാറില്ല, പക്ഷെ കുഴപ്പമില്ല, ഒരു റിഫ്രഷ്മെൻറ്റിന് അത്യാവശ്യം നല്ലതാണ്. പിന്നെ ആ ഒരു കേക്ക് കൊള്ളായിരുന്നു കേട്ടോ. അത് ഞാൻ കഴിച്ചില്ല, പിന്നീടാണത് കഴിച്ചത്. അങ്ങനെ ആ ഒരു മസാല ടീ കുടിച്ചപ്പോൾ കുറച്ചൊരു ആശ്വാസം, കൊള്ളാം, ഒരു നല്ലൊരു റിഫ്രഷ്മെൻറ്റ്. പിന്നെ ഞാനിരുന്ന സൈഡിൽ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു, അപ്പോൾ അത് മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുള്ളൂ. നല്ലൊരു വെയിലുണ്ടായിരുന്നു. പിന്നെ പുറത്തെ വ്യൂസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര തലവേദനയായിരിക്കും, ആ വെയിലും കൂടെ അടിച്ചപ്പോഴത്തേക്കും. പിന്നെ നമ്മുടെ മിക്സ് പേപ്പറും ഉണ്ടല്ലോ, അതൊക്കെ പുരട്ടി ഇങ്ങനെ ഇരുന്നു. എന്നാലും ഏകദേശം ഇനിയും കുറച്ച് ടൈം കൂടെ ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഈ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. വോയിസ് ഓവർ എന്തായാലും ഞാൻ ചെയ്യുന്നത് ബാംഗ്ലൂർ ക്വാർട്ടേഴ്സിൽ വന്നിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ചിലപ്പം ഇവിടുത്തെ സൗണ്ട്സൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും, ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നപ്പോഴത്തേക്കും ഞാൻ ആ ഒരു വാനില മഫിൻ എടുത്ത് കഴിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
എന്താ പറയുക, നല്ലൊരു വെജ് കേക്കായിരുന്നു. ബട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ പേരൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുമോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ കേക്കൊക്കെ കഴിച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നു. തലവേദനയായിരുന്നു, എന്നാലും പറ്റുന്ന പോലെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചു. അതാകുമ്പോൾ അവിടെ ചെന്നിട്ട് ഫ്രീ ആവാമല്ലോ. അപ്പോഴേക്കും ഒരു 12:30 ഒക്കെ ആയപ്പോഴത്തേക്കും അവർ ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ബാംഗ്ലൂർ ഞാനൊരു ഏകദേശം 1:55 ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്തും. അപ്പോൾ എനിക്കൊരു 12:15 ഒക്കെ ആയപ്പോഴത്തേക്കും ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ലഞ്ച് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും റൈസും അതുപോലെ തന്നെ ഡാൽ ഫ്രൈ, ഡാൽ കറി, പിന്നെ ഒരു പാക്കറ്റ് പിക്കിള്, പിന്നെന്താ ക്യാബേജ് മെഴുക്കുവരട്ടി, ആ ഒരു സംഭവം, പിന്നെ ഒരു കേർഡും, പിന്നെ ഒരു ചെറിയ മിനി പാക്കറ്റ് സോൾട്ടും ആയിരുന്നു കേട്ടോ. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു. ചപ്പാത്തി എടുത്തില്ല. ഞാൻ ചപ്പാത്തി പൊതുവെ അങ്ങനെ കൂടുതൽ കഴിക്കാറില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കറിയൊന്നും എനിക്കത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ റൈസും അച്ചാറും തൈരും വെച്ചിട്ടാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ കുറച്ച് കഴിച്ചു, ഞാൻ ഫുള്ള് കഴിച്ചില്ല, കാരണം എനിക്കത്ര ഫുഡ് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ തിരിച്ചു കൊടുത്തു. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാനത് കഴിച്ചില്ല. കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഹാഫ് ആൻ അവർ നേരത്തെയാണ് കേട്ടോ, 1:30 ഒക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ബാംഗ്ലൂർ എത്തി. സോ ഇനി ബാക്കി ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ പറ്റുന്ന പോലെ അപ്ഡേറ്റ് ചെയ്യാം. സോ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്. ബൈ.